ഓ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ആചാര്യവാദങ്ങളിൽ പ്രണാമം. എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും വിനീത നമസ്കാരം. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാർദമായ ഒരു നമസ്കാരം. നമ്മൾ പരിചിന്തനം ചെയ്യുന്നത് മടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകൻ നാണു എങ്ങനെ ശ്രീനാരായണ ഗുരുവായി അല്ലെങ്കിൽ നാരായണ ഗുരുവായി അല്ലെങ്കിൽ ഗുരുദേവനായി ഇതിൻ്റെ എല്ലാം നിജസ്ഥിതിയെക്കുറിച്ച് ഒരു പരിചിന്തനമാണ്. കഴിഞ്ഞ 16 വർഷങ്ങളോളമുള്ള ചെറിയ ഒരു പഠനത്തിലൂടെ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞ സത്യവും ആ സത്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആനന്ദവും ആണ് ശ്രുതി യുക്തി അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം പറയാൻ, അല്ലെങ്കിൽ വൃഥാവിൽ ആയിപ്പോവും ഈ ജന്മം എന്ന് തന്നെ ഓർക്കുക. ഞാൻ സ്വരിച്ച ആദ്യത്തെ വീഡിയോയുള്ള മന്ത്രം ഗുരുസ്തോത്രത്തിന്റെ 1-ാമത്തെ മന്ത്രം, 2-ാമത്തെ വീഡിയോ 2-ാമത്തെ മന്ത്രം, 3-ാമത്തെ വീഡിയോ 3-ാമത്തെ മന്ത്രമാണ്. അതില് ഗുരുസ്തോത്രം തന്നെ ഏകദേശം 5000 വർഷങ്ങൾ പഴക്കമുള്ള വിശുദ്ധാര തന്ത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള മന്ത്രമാണ്. ഈ മന്ത്രങ്ങളെല്ലാം നിലനിൽക്കുന്ന സ്ഥലമാണ് ഭാരതം. ഭാരതത്തിലെ ഈ അറിവ് മുഴുവൻ അപുരുഷേയമാണ്, ദൈവവാണികൾ തന്നെയാണ് മലയാളത്തിൽ പറഞ്ഞത്. ഇത് കൃത്യമായി നാണു തപസ്സിലൂടെ ഗുരുവായി തീർന്ന ആ ആത്മജ്ഞാനം കിട്ടി മരുത്വാമലയിൽ പിള്ളത്തടം ഗുഹയിൽ നിന്ന് ആദിഗുരുവായ ശിവനിൽ നിന്ന് ആത്മജ്ഞാനം കിട്ടി മുകളിൽ തന്നെ ഇരിക്കുകയല്ല ഗുരു ചെയ്ത്, താഴേക്ക് ഇറങ്ങി അവതരിച്ചു. നാരായണ ഗുരുവായി താഴേക്ക് ഇറങ്ങി വരുന്നതാണ് അവതാരം. അങ്ങനെയുള്ള അവതാരം ആയ നാരായണൻ തൻ്റെ തൻ്റെ പവർ എന്താണെന്ന് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയോടുകൂടി നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഗുരുവിനെ നാരായണ ഗുരുവിന്റെ ഗുരുവായ ശിവനെയാണ് അവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ആ പ്രതിഷ്ഠ ശരിക്കും പറഞ്ഞാൽ അഷ്ടബന്ധ കലശം ഇല്ലാതെ ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. അത് മനുഷ്യനായ നാരായണൻ ഗുരുവായി തീർന്ന്, ആ ഗുരുവായി തീർന്നപ്പോൾ 10 ലക്ഷണങ്ങളിൽ പൂർണ്ണനായ ഗുരു ഒരിക്കലും ഞാൻ ഗുരുവാന്ന് പറയത്തില്ല. അത് എഴുതിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ ആ 10 ലക്ഷണങ്ങളിൽ നിന്ന് മാറ്റമില്ലാതെ തൻ്റെ ഉന്മയെ തെളിയിച്ചു തന്നിരിക്കുകയാണ് ഈ ഒരു പ്രതിഷ്ഠയോടുകൂടി. അരുവിപ്പുറം പ്രതിഷ്ഠ ചെയ്തത് നാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠ തന്നെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നിർഭാഗ്യകരമെന്നോട്ടെ ഇതറിയാത്ത സന്യാസിമാർ ഇന്ന് അതിൻ്റെ മേളിലേക്ക് ഒരുപാട് മലിനജലം, ഇന്ന് അരുവിപ്പുറത്തുള്ള ആ ജലമൊന്നും നല്ല ജലമല്ല, അതെല്ലാം കോരി ഒഴിച്ച് അതെങ്ങനെയെങ്കിലും ഒന്ന് ഇളക്കി അത് ഇനി വൈദിക പൂജയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഗുരുഭക്തി ഉള്ളവർ ഇതിനൊന്നും അനുവാദം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ആ ശക്തി എത്ര ആന പിടിച്ച് ഇളക്കിയാൽ പോലും ഇളകാൻ പറ്റാത്ത രീതിയിൽ ഗുരു അവിടെ കാണിച്ചു തന്നിരിക്കുന്ന ഒരു അടയാളമാണ് ഏകാത്മകമായ ചൈതന്യം. ആദ്യ ഗുരുവായ ശിവനെയാണ് അവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ആ ശിവനിൽ നിന്നാണ് നാരായണ ഗുരുവിന് ആത്മജ്ഞാനം കിട്ടി. ശിവനും ഗുരുവും ഒന്ന് തന്നെയാണെന്ന് ഗുരു ശിഷ്യരിലൂടെ ദാനം ചെയ്തിരിക്കുന്ന ജ്ഞാനാമൃതങ്ങളുടെ 63 കൃതികളിലും ഇത് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് വിചിന്തനം ചെയ്ത് പഠിക്കുമ്പോഴാണ് ഇവിടെ നാരായണ ഗുരു അല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് സാധാരണ ഒരു ഗുരുഭക്തന് മനസ്സിലാകുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ഗുരു സ്ഥാപിച്ച ഒരു പ്രസ്ഥാനവും ഇന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഗുരു ഇതെല്ലാം ഉപേക്ഷിച്ച, ഗുരുവിന് ഒരു പ്രസ്ഥാനം ഒന്നും വേണ്ട. ഗുരുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനവകുലത്തിന്റെ നന്മയാണ്. മാനവകുലത്തെ അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് മാറ്റി ജ്ഞാനപ്രകാശത്തിലേക്ക് നയിക്കുവാൻ ലോകത്ത് അവതരിച്ച
ഒരു ഗുരുവാണ് നാരായണ ഗുരു. ഒരുപാട് ഗുരുക്കന്മാരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും പരിപൂർണമായിട്ട് നമ്മൾക്ക് അറിവുള്ള കണ്ട ഗുരുവാണ്, കണ്ണിൽ കണ്ട, നമ്മളെ പൂർവികർ കണ്ണിൽ കണ്ട ഗുരുവാണ് നാരായണ ഗുരു. ആ ഗുരുവിനെ ശരണം പ്രാപിച്ചാൽ നമ്മളും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ മോക്ഷസുഖം നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള സത്യമാണ്. ഈ ഗുരുവിനെ പൂജിക്കാൻ വേണ്ടിയാണ് ഗുരു ശരീരത്തോടെ ഉള്ളപ്പോൾ ചൈതന്യസ്വാമി എഴുതി കൊടുത്ത ഗുരു പുഷ്പാഞ്ജലി മന്ത്രം സ്വയം തിരുത്തി അത് കൊടുത്തത്. എന്തിനാ? ഗുരുവിനെ പൂജിക്കാൻ തന്നെയാണ്. ആ ഗുരുപൂജ അർപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ ആ ഗുരുപൂജ അർപ്പിച്ചാൽ നമുക്ക് തന്നെ ഈ മോക്ഷ സുഖത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമ്മളുടെ മനസ്സിന്റെ പവർ, നമ്മളുടെ ഈ ആത്മചൈതന്യത്തിന്റെ പവർ എന്താണെന്ന് സ്വയം ശരീരമെടുത്ത് കാണിച്ചു തന്നതാണ് ആദിഗുരുവായ ശിവനും ആധുനിക ഗുരുവായി നമ്മൾ കാണിച്ചു തന്ന നാരായണ ഗുരുവും ഏകാത്മകമായ ചൈതന്യമാണ് എന്ന് അറിയണമെങ്കിൽ വേദാന്ത വിശ്വവിദ്യാലയത്തിന്റെ പഠന ക്ലാസ്സിൽ വന്ന് പഠിച്ചാൽ നമുക്കിത് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഇന്നിത് വിശദമായി പഠിപ്പിക്കുന്ന ലോകത്തെ ഒരു പഠന ക്ലാസ് വേദാന്ത വിശ്വവിദ്യാലയം മാത്രമുള്ള, അല്ലെങ്കിൽ എല്ലാം ഉപരിവിപ്ലവം മാത്രമാണ് എന്ന് എൻ്റെ ഈ 16 വർഷത്തെ അന്വേഷണത്തിലൂടെ എനിക്ക് അറിയാൻ സാധിച്ചതാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ കാണിക്കുന്ന എല്ലാ ആധ്യാത്മികതയും ശരിക്കും പറഞ്ഞാൽ ഗുരുവിനെ ഒരു പ്രത്യേക രീതിയിൽ കച്ചവടമായി കൊണ്ടുപോവുകയാണ്. ഗുരു ഒരു സംഘടനയിലും അംഗമല്ല. ഗുരു ഇതെല്ലാം വിട്ട് പരബ്രഹ്മമാണ്. ഈ ഗുരുവിനെ നമ്മൾ അത് വേണ്ട രീതിയിൽ പഠിച്ച് അതിൻ്റെതായ രീതിയിൽ പോയാൽ നമ്മൾക്ക് കിട്ടുന്ന നിത്യാനന്ദമാണ്. ദേവീദേവന്മാരെ ആരാധിച്ച് നമ്മൾ ഇത്രയും നാളും പോയി. ഏകദേശം ഈഴവ സമുദായത്തിന് 5 വീടിന് ഒരു കുടുംബക്ഷേത്രം വെച്ചുണ്ട്. ദേവീദേവന്മാരെ ആരാധിച്ചു പോയാൽ നമുക്ക് ധർമ്മം, അർത്ഥം, കാമം കിട്ടും. അതിൽ രമിച്ചിരുന്നാൽ മോക്ഷം എന്ന് പറയുന്ന ആനന്ദപൂർണമായ ഒരു ജീവിതം നമുക്ക് കിട്ടില്ല. അതിന് ശരിക്കും ഗുരുവിൽ ശരണം പ്രാപിക്കുക. ഈ ദേവീദേവന്മാരെ ആരാധിച്ചു പോയാൽ നമുക്ക് നല്ല രീതിയിലുള്ള സുഖം, 3 സുഖവും കിട്ടും. അതായത് ധർമ്മം, അർത്ഥം, കാമം കിട്ടുന്നതോടൊപ്പം ദുഃഖത്രയങ്ങളും കൂടെ ഉണ്ട്. ബന്ധകത്വം, അസംതൃപ്തികരത്വം, ദുഃഖമിശ്രിതത്വം എന്ന ദുഃഖങ്ങളും കിട്ടും എന്ന് അറിയുക. ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 5 വീടിന് ഒരു കുടുംബക്ഷേത്രവും എല്ലാ ഭവനങ്ങളിലും മദ്യം, പലിശ, ലോട്ടറി ഇതുകൊണ്ട് നിറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എല്ലാം ആ ഒരു പഞ്ചായത്തിലെ ഒരു പഠന വിഷയമാക്കിയാൽ അങ്കുലീപരിമിതമായ വീടുകൾ മാത്രമേ ഈ 3 കാര്യങ്ങളിൽ നിന്നും വിമുഖമായി നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഇതിനെല്ലാം വിട്ടുകൊണ്ട് പരബ്രഹ്മ സ്വരൂപനായ നാരായണ ഗുരുവിലേക്ക് ശരണം പ്രാപിക്കുവാൻ എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും കഴിയുമാറാകട്ടെ. അതിന് നല്ല ഒരു പഠനം ആവശ്യമാണ്. വേദാന്ത വിശ്വവിദ്യാലയം എന്ന 1800 പരം കുടുംബാംഗങ്ങൾ പഠിക്കുന്ന ഗ്രൂപ്പിൽ ഒരാചാര്യനാണ് ക്ലാസ് എടുക്കുന്നത്. ഒരാഴ്ചയിൽ 16ഓളം ക്ലാസ്സുകളുണ്ട്. ഒരു 5 നിമിഷത്തെങ്കിലും പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ഗുരുവിന്റെ അമൃതവാണികളെ കുറിച്ച് പരിചിന്തനം ചെയ്താൽ ആരുടെയും പരസഹായമില്ലാതെ അവനവന്റെ ഉന്മ തെളിയുകയും ആ ഗുരുവിന്റെ പാതാരബന്ധങ്ങളിൽ ശരണം പ്രാപിക്കുവാനും കഴിയും എന്നുള്ള ഒരു ആത്മസത്യമാണ്. ആ ഗുരുവിന്റെ പാതാരങ്ങളിൽ ശരണം പ്രാപിക്കുക. ഗുരു ശരണം ശരണം. എൻ്റെ ഈ വാക്കുകൾ ഭക്തിപൂർവ്വം തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഈ ക്ലാസ്സുകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാം. സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാം. നല്ല നല്ല ആരോഗ്യപരമായ വിമർശനങ്ങൾ എഴുതുക. എങ്കിലേ നമുക്ക് പരിചിന്തനത്തിലൂടെ ഈ സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരിക്കലും ഇനിയുള്ള കാലം ഗുരുവിന്റെ പേരിൽ പറ്റിച്ച് ജീവിക്കുവാൻ ആരെയും അനുവദിക്കരുത് എന്നുള്ളത് സത്യമാണ്. ഗുരുവിന്റെ അത്ഭുത കഥകളോ ഒന്നുമല്ല ഇനിയുള്ള കാലങ്ങളിൽ ആവശ്യം. ഇനിയുള്ള കാലങ്ങളിൽ മുഴുവൻ തന്നെ ഗുരുവിന്റെ അമൃതവാണികളെ ഉച്ചരിച്ചുകൊണ്ടും ആ അമൃതവാണികൾ എന്താണോ പറയുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആത്മബോധത്തിലേക്ക് മാനവകുലത്തെ നയിക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ
ഭക്തിപൂർവ്വം കൃപാന സമർപ്പിക്കുന്ന ഗുരുവും തത്സത്.